ഇന്ന് കണ്ടുപിടിച്ചു, യഹൂദന്റെ ദേവാലയം പണിയണമെങ്കിൽ അവർക്ക് പണിയാം, പക്ഷേ പുറത്ത് മോസ്കാണ്, ആ പുറത്തെ പ്രാകാരം പണിയാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ കരുതിയിരുന്നത് ഈ മോസ്ക് പൊളിക്കണമെന്ന, മോസ്ക് പൊളിക്കണ്ട, മോസ്ക് പൊളിക്കാതെ ഇത് പണിയാം, പക്ഷേ അത് പണിയണമെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ അനുവദിക്കണം. ഇന്ന് ആ സ്ഥലം അവരുടെ കയ്യിലാണ്. എന്നാൽ യഹൂദനാണ് അതിന്റെ പരമാധികാരിയായിട്ട് നിൽക്കുന്നത്. ഇത് മൂന്നായിട്ട് ഭാഗിക്കുവാൻ ലോകത്തിൽ ചിന്ത ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ വന്നെത്തിയ ദിവസം എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആ സംഭവം പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ആദ്യം ഇത് പ്രപ്പോസ് ചെയ്തത് പ്രസിഡന്റ് ക്ലിന്റനാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ് ക്ലിന്റൺ പറഞ്ഞു, ഇത്രയും ഭൂമി കിടക്കുകയല്ലേ, ഈ മുസ്ലിങ്ങളുടെ മോസ്കിനെ ഒന്നും ചെയ്യണ്ട, അതിന്റെ ഇപ്പുറത്ത് യഹൂദന്മാർ ദേവാലയം പണിയട്ടെ, ആ വിലാപം അതിലുമൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കട്ടെ, അതിന്റെ ഇപ്പുറത്തും ക്രിസ്ത്യാനികൾ ഒരെണ്ണം പണിയട്ടെ. മൂന്നായിട്ട് കീറുവാൻ പ്രപ്പോസൽ വന്നു. അതിന്റെ ശേഷം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷിമോൻ പെരസ് ഈ ടെമ്പിൾ മൗണ്ട് മൂന്നായിട്ട് കീറുവാൻ പ്രപ്പോസല് കത്തോലിക്കരുടെ പോപ്പിന്റെ മുന്നിൽ കൊണ്ടാണ് അവതരിപ്പിച്ചു. ഇപ്പോൾ അത് പോപ്പിന്റെ ടേബിളിലുണ്ട്, പോപ്പിന്റെ മുന്നിലുണ്ട്.